പാർട്ടിക്ക് കനത്ത തിരിച്ചടി. 4 ആം ആദ്മി പാർട്ടി നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നു. ആം ആദ്മി പാർട്ടിയെ വെട്ടി ബി.ജെ.പി നേതൃത്വത്തെ അംഗബലം കൊണ്ട് ശക്തിപ്പെടുത്താൻ തന്നെയാണ് ബി.ജെ.പിയുടെ നീക്കം. നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. 2 മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ 4 ആം ആദ്മി പാർട്ടി നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നു. ഗോണ്ട മുൻ എം.എൽ.എ. ശ്രീദത്ത് ശർമ്മയാണ് പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. ഒപ്പം ഭജൻപുരയിൽ നിന്നുള്ള മുനിസിപ്പൽ കൗൺസിലർ രേഖ റാണിയും ഖ്യാലയിൽ നിന്നുള്ള കൗൺസിലർ ശില്പ കൗറും ബി.ജെ.പിയിൽ ചേർന്നു. ആം ആദ്മി പാർട്ടി നേതാവ് ചൗധരി വിജേന്ദ്രയും ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചു. ബി.ജെ.പി നേതാക്കളായ ഹർഷ് മൽഹോത്ര, മനോജ് തിവാരി, കമൽജിത്ത് സെഹ്വാരത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് 4 പേരും ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ ആഴ്ചയും ഡൽഹി ആം ആദ്മി പാർട്ടി നേതാക്കളും അംഗങ്ങളും സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവയുടെ സാന്നിധ്യത്തിൽ ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. മോഡൽ ടൗൺ നിയമസഭയിലെ കമൽ നഗർ വാർഡിൽ നിന്ന് 2 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കപിൽ നഗറും അദ്ദേഹത്തോടൊപ്പം ആം ആദ്മി പാർട്ടിയിലെ 100-ലധികം പ്രവർത്തകരും ബി.ജെ.പിയിലേക്ക് എത്തി. തുടർന്നുള്ള ദിവസങ്ങളിലും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ബി.ജെ.പിയിലേക്കുള്ള ഒഴുക്ക് ഉണ്ടാകുമെന്ന് ഹർഷ് മൽഹോത്ര പറഞ്ഞു. ഇതിനിടയിൽ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി.ജെ.പി നേതാവുമായ അനുരാഗ് ഠാക്കൂർ ബി.ജെ.പിയുടെ പ്രകടന പത്രികയുടെ 2ാം ഭാഗം പുറത്തിറക്കി. സൗജന്യ വിദ്യാഭ്യാസം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഠാക്കൂർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചു. UPSC സിവിൽ സർവീസ്, സ്റ്റേറ്റ് PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 ശ്രമങ്ങൾക്ക് 15,000 രൂപ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. ഭീംറാവു അംബേദ്കർ സ്റ്റൈഫൻഡ് സ്കീമിനു കീഴിൽ ITIകളിലും പോളിടെക്നിക് സെന്ററുകളിലും ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 10,000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. ടാക്സി ഡ്രൈവർമാർക്ക് 10 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസും 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം ഓട്ടോ ടാക്സി ഡ്രൈവർ വെൽഫെയർ ബോർഡ് രൂപീകരിക്കാനും പ്രകടന പത്രികയിൽ നിർദ്ദേശമുണ്ട്. ആം ആദ്മി പാർട്ടിയെ വെട്ടി ബി.ജെ.പി നേതൃത്വത്തെ അംഗബലം കൊണ്ട് ശക്തിപ്പെടുത്താൻ തന്നെയാണ് ബി.ജെ.പിയുടെ ഈ ഒരു നീക്കം. അത് മുന്നിൽ കണ്ട് തന്നെയാണ് മോഹന വാഗ്ദാനങ്ങൾ അടങ്ങിയ പ്രകടന പത്രിക പുറത്തിറക്കിയത് പോലും. സാധാരണക്കാരെ ഒപ്പം നിർത്തി ഭരണം കൈക്കലാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. അത് ഏറെക്കുറെ വിജയിക്കുന്നുമുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഈ കൊഴിഞ്ഞുപോക്കുകൾ എല്ലാം. പേടിയോ? എനിക്കോ ചിരി പുളിക്കും. എപ്പോ നോക്കിയാലും തമ്മിത്തല്ലേ തന്നെയാ. വാ, വന്ന് കഴിക്ക്. ദാ നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും നിനക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. നീയാ ഇവരെ വഷളാക്കുന്നത്. പിള്ളേരല്ലേ. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. ഇനി തൈരിൽ മതി പുളിയും പുളിയില്ലാത്തത്. കേട്ടല്ലോ? മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.